നമ്മുടെ ഈ ചെറിയ കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മളോടൊപ്പം കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി.ജെ.പിയുടെ സീനിയർ നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ്. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ഈ മണ്ഡലത്തിൽ ഇതുവരെ ഈ പ്രവർത്തനം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പോളിങ്ങിന്. എങ്ങനെ തോന്നുന്നു? എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? ജനങ്ങളുടെ ഒരു പൾസ് എന്താണ്? ഞങ്ങൾക്ക് ബി.ജെ.പി എൻ.ഡി.എ സംബന്ധിച്ച് 100% ആത്മവിശ്വാസവും വിജയവിശ്വാസവും ഉണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കാട്ടാക്കടയിലെ ജനങ്ങൾ എൻ.ഡി.എയോടൊപ്പം ബി.ജെ.പിയോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും അവർക്ക് മടുത്തിരിക്കുക. ഇപ്പം കാട്ടാക്കടയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും മതിയായി എന്നാണല്ലോ. അതെ കാട്ടാക്കടയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഈ രണ്ട് പാർട്ടികളാണ് സ്വാഭാവികമായി കാട്ടാക്കടയെ പ്രതിനിധീകരിച്ചും കേരളത്തിൽ മാറി മാറി ഭരിച്ചത്. പക്ഷെ കാട്ടാക്കടക്കും ഗുണം കിട്ടിയിട്ടില്ല, കേരളത്തിനും ഗുണം കിട്ടിയിട്ടില്ല. ഈ കാട്ടാക്കട എന്ന ഗ്രാമം ഏറെ പിന്തള്ളപ്പെടുകയുണ്ടായത്. അത് ആരോഗ്യ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും കായിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഏത് മേഖലയിലായാലും നല്ല വികസന സാധ്യതയുള്ള ഈ മണ്ഡലം പിന്തള്ളപ്പെട്ടു. അതിൽ ആദ്യം കോൺഗ്രസ് 10-60 കൊല്ലക്കാലത്തിനുള്ളിൽ കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ പകുതി ഭാഗവും ഈ മണ്ഡലത്തെ പകുതി കാലയളവും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. പക്ഷെ ആ സമയത്ത് 2016 മാർക്സിസ്റ്റ് പാർട്ടി ഇക്കാര്യമായിരുന്നു ജനങ്ങളെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചത്. അതായത് ഇക്കാലം അത്രയും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് ഈ മണ്ഡലത്തെ അവഗണിച്ചു. ഈ മണ്ഡലത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് ആണ് എന്നായിരുന്നു അവരുടെ ആരോപണം. പക്ഷെ കഴിഞ്ഞ 10 വർഷം അവരാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. CPM ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് മാത്രമല്ല കേരളം അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നൽകി, അവർ പാലിച്ചില്ല. അതിൽ നിന്നാണ് ജനങ്ങൾ മനമെടുത്തിട്ട് CPM-ന് വോട്ട് ചെയ്തത്, CPM ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തത്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരു വ്യത്യസ്തതയും CPM-ന് ഇല്ല എന്ന് ഈ 10 വർഷത്തെ കാലയളവിൽ കാട്ടാക്കടയിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതേ പരിപ്രേക്ഷ്യം ഇത് തന്നെ കേരളത്തിൽ മാറി മാറി കേരളം ഭരിച്ചിട്ട് കേരളീയർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അതാണല്ലോ. അതുകൊണ്ട് പക്ഷെ അന്ന് കേരളത്തിലും കാട്ടാക്കടയെ സംബന്ധിച്ചൊരു ബദൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴവർ ബദൽ കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ, NDA, ശ്രീ നരേന്ദ്രമോദിജിയെ ഒരു ബദലായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ NDA 1-ാം സ്ഥാനത്തെത്തിച്ചു. ഈ മണ്ഡലത്തിൽ UDF-നെ 2-ാം സ്ഥാനത്തും LDF-നെ 3-ാം സ്ഥാനത്തുമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP NDA ആയിരുന്നു ഒന്നാമത്. അതെ, ഏതാണ്ട് 6000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നമ്മുടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച മുരളീധരനുണ്ടായിരുന്നത്. മാത്രമല്ല ആ വിജയം ഉണ്ടല്ലോ, അത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറഞ്ഞില്ല, ഇത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രം ഒരു പ്രത്യേകതയാണ്, ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 6 പഞ്ചായത്തിലെ 2 പഞ്ചായത്തും ഭരിക്കുന്നത് BJP-യാണ്. 2 പഞ്ചായത്തിലെ മുഖ്യ പ്രതിപക്ഷമായി എന്ന് മാത്രമല്ല 1 സീറ്റിന്റെ വ്യത്യാസത്തിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. മറ്റു 2 പഞ്ചായത്തുകളിൽ സീറ്റിന്റെ എണ്ണവും വോട്ടിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഇപ്പം ഈ മണ്ഡലത്തിൽ 47 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് BJP-ക്ക്. നേരത്തെ ഇത് 21ആയിരുന്നു. 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇത്രയും തിളക്കമാർന്ന വിജയം വീണ്ടും കാട്ടാക്കടയിലെ ജനങ്ങൾ BJP-ക്കും NDA-ക്കും സമ്മാനിച്ചു. അതിൻ്റെ അർത്ഥം ഇപ്പോഴ് BJP-യെ 1-ാം സ്ഥാനത്തെത്തിക്കാൻ, NDA 1-ാം സ്ഥാനത്തെത്തിക്കാൻ കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് മടിയില്ല എന്നുള്ളതാണ് ഈ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ തിളക്കമാർന്ന വിജയവും മുന്നേറ്റവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വ്യക്തിപരമായിട്ട് അങ്ങയുടെ ഒരു പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു ഫലം ഇതിൽ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഒന്നും ഇല്ലാത്തപ്പോൾ കാട്ടാക്കട തെരഞ്ഞെടുത്ത ആളാണ്. അതെ, ഇത് 4ാമത്തെ പ്രാവശ്യമാണ് താങ്കൾ മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാട്ടാക്കട അന്ന് തെരഞ്ഞെടുക്കാൻ കാരണം? അതായത് ഞാൻ 2000
2011 ആദ്യം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ 2009 ഡീലിമിറ്റേഷന് ശേഷം ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9600 വോട്ട് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് 2011 ഞാൻ മത്സരിച്ച സമയത്ത് അത് 16800 മാറി. പിന്നെ 2016 അത് 38,900 ഉയർന്നു. അതാണിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 47,000, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 48,000 മാറിയത്. അന്ന് കാട്ടാക്കടയിൽ എത്തുന്നത് ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നു അന്നത്തെ 2011 ഞങ്ങളുടെ ഇലക്ഷൻ്റെ ചാർജ്. അവരാണ് നിർബന്ധിച്ചത് തിരുവനന്തപുരത്ത് മത്സരിക്കണം. അതെവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഒരു അന്വേഷണത്തിൽ ഞാൻ ഒരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയിൽ എനിക്ക് അനുയോജ്യമായി ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഞാൻ ഗ്രാമപ്രദേശത്തെ ഈ മണ്ഡലം ഗ്രാമമണ്ഡലമായിട്ടുള്ള കാട്ടാക്കട തിരഞ്ഞെടുത്തത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ജയിച്ചില്ലെങ്കിൽ മാത്രമല്ല, ജയിച്ചില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ കാട്ടാക്കടയിലെ ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, ബി ജെ പിക്ക് നൽകുന്ന പിന്തുണ, നരേന്ദ്രമോദിയുടെ വിശ്വാസം, അതാണ് എന്നെ വീണ്ടും ഈ 4ാം തവണയും ഇവിടെ മത്സരിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു 3 പ്രാവശ്യം, ഇതിപ്പോ 4ാം തവണയാണ്, ഒരു 3 പ്രാവശ്യമൊക്കെ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ഒരാൾ ആ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ്, പക്ഷെ അങ്ങ് ഇവിടെ തന്നെ ഉറച്ചു നിന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇതാണ്. അല്ല, നമ്മള് ഒരു പരാജയം കൊണ്ട് തീരുന്നില്ല. സ്വാഭാവിക പരാജയം സംഭവിച്ചു. അങ്ങനെ നമ്മൾ നിരവധി പരാജയങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് BJP വിജയത്തിലെത്തിയത്. ഇപ്പൊ രാജേട്ടനെ കൊണ്ട് പറയാറുണ്ട്, രാജഗോപാൽജിയെക്കുറിച്ച് പറയാറുണ്ട്, 15ഓ 16ഓ ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിജയത്തിലെത്തിയത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കോസിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ വിജയം അതിൻ്റെ ഒരു നാം കടന്നു പോകുന്ന വഴികൾ നാഴികക്കല്ല് മാത്രമാണ്. പക്ഷേ നമ്മളൊരു കോസിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഉദാത്തമായ ഒരു ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഉജ്ജ്വലമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ സമയത്ത് പരാജയം ഉണ്ടാകും. പക്ഷെ പരാജയം ഉണ്ടായാലും ഒരു വെളിച്ചം അപ്പുറത്ത് കാണുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായ ഈ പരാജയങ്ങൾക്ക് ശേഷവും ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും ഇവിടെ തന്നെ പ്രവർത്തിക്കുകയും, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല താങ്കൾ നടത്തുന്നത്, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു, അത് ജനങ്ങൾക്കിടയിൽ ഒരു മാനസികമായ ഒരു ചേഞ്ചിന് കാരണമായതായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ നോക്കൂ, ഇത്രയും പരാജയപ്പെട്ടു, പക്ഷെ വീണ്ടും ഞാൻ 4ാം തവണയും മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണ മത്സരിക്കുന്ന സമയത്തും ഒരു തവണ പരാജയപ്പെട്ടു, വീണ്ടും മത്സരിച്ചു, പക്ഷെ വോട്ടിൻ്റെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അപ്പൊ സത്യസന്ധമായിട്ട് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതല്ലേ. ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പം 4ാം തവണ മത്സരിക്കുമ്പോൾ പൊതുവെ നിങ്ങൾ ഈ ചില ആളുകളെ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ തോറ്റിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2021 തോറ്റപ്പോഴും അതിനുശേഷം ഞാനിവിടെയുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരുടെ സുഖദുഃഖങ്ങളിൽ ഞാൻ പങ്കാളിയാണ്. ഞാൻ എൻ്റെ ഒരു വാടകയ്ക്കാണെങ്കിൽ ഒരു വീട് ഇവിടെ എടുത്തിട്ടുണ്ട്, അവിടെ താമസമുണ്ട്. ഞാനിവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ സേവന പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പം ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിന് ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. 2 വീടിൻ്റെ താക്കോൽദാന കർമ്മം ഏപ്രിൽ 1, 2 തീയതികളിൽ നടക്കുകയാണ്. പിന്നെ മറ്റൊരു വീടിൻ്റെ പണി ഭാഗികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ അതും പൂർത്തിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഈ BJPക്ക് ലഭിക്കുന്ന വോട്ട് വർധനയുള്ള മനസ്സിലാക്കുന്നത്. ഏതായാലും 4ാം തവണ മത്സരിക്കുമ്പോൾ സ്വാഭാവിക കാട്ടിക്കടയിലെ ഗ്രാമജനത അവർ നിഷ്കളങ്കരാണ്. അവരെന്തായാലും BJP ഈ പ്രാവശ്യം വിജയിപ്പിക്കാൻ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു ചോദ്യം കൂടി, ഒരു MLA എന്നുള്ള നിലയിൽ ഇപ്പൊ കാട്ടാക്കടയെ സംബന്ധിച്ച് ഒരു വികസന സ്വപ്നം താങ്കൾക്കുണ്ടാവും, പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടെ ഒന്ന്, തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സ്വന്തം കാലിൽ നിന്ന് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് പറ്റിയ സാഹചര്യം ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം പോർട്ട് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ടർ റിംഗ് റോഡ് വരാൻ വേണ്ടി പോവുകയാണ്. അതായത്
62 കിലോമീറ്റർ ദൈർഘ്യമുള്ള വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് നവായിക്കുളത്തെത്തുന്ന ഒരു റോഡ്, അത് വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഈ കാട്ടാക്കടയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒന്ന്, ലോജിസ്റ്റിക് മേഖലയിൽ ഒരു അനന്തമായ സാധ്യതയുണ്ട്. 2, IT രംഗത്തും സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇവിടുത്തെ കാർഷിക മേഖല, അതായത് കപ്പയായാലും വാഴയായാലും അതേപോലെ തന്നെ ഈ കപ്പ, വാഴ ഇതൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ നാടൻ ചക്കകൾ അതുപോലെ ഇതൊക്കെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റിയാൽ നമുക്ക് കേരളത്തിന് പുറത്തും വിപണി കണ്ടെത്താൻ സാധിക്കും, രാജ്യത്തിന് പുറത്തും വിപണി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ റോ മെറ്റീരിയൽ ആയിക്കൊണ്ടുള്ള ചില ചെറിയ ചെറിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ ആവർത്തിച്ചാൽ കർഷകർക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കും, അതുപോലെ സാധാരണക്കാർക്കും ജീവിക്കാൻ സാധിക്കും. ഇതൊരു ഭാഗത്ത്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, ഇവിടെ ആരോഗ്യ മേഖല സർക്കാർ ആശുപത്രികൾ ഒന്നും കേവലം കുറേ കെട്ടിടങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് ഡോക്ടറില്ല, മരുന്നുകളില്ല, ജീവനക്കാരില്ല. ആ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ഇവിടെ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ സർവകലാശാല 10 കൊല്ലം മുമ്പ് ഭൂമി ഏറ്റെടുത്തു, 5 കൊല്ലം മുമ്പ് സർക്കലിട്ടു, ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്, ഒന്നുമില്ല. അതേപോലെ തന്നെ കുടിവെള്ളം ഇവിടെ ഇപ്പം കിട്ടാക്കനിയാണ്. 6 പഞ്ചായത്തിനും കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയും തകർച്ചു. ഇപ്പോൾ ഇവിടെ ഈ ടൂറിസം അനന്ത സാധ്യതയുണ്ട്. ശാസ്താംപാറ എന്ന് പറഞ്ഞൊരു വളരെ നയനമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുള്ള സ്ഥലമുണ്ട് ശാസ്താംപാറ എന്ന് പറയുന്നത്. ശരിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ തൂങ്ങാമ്പാറ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ട്, അരുവിക്കര എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ നമ്മുടെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ചട്ടമ്പി സ്വാമികൾ ജന്മമെടുത്തു എന്ന് പറയുന്ന പ്രദേശം, അത് മലയങ്കേരി പഞ്ചായത്തിലെ മച്ചല. അതുപോലെ ഇവിടെ അടുത്താണ് നമ്മുടെ ഈ മണ്ഡലത്തിലല്ലെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അരുവിപ്പുറം. ഇതിന് തൊട്ടടുത്താണ് വെങ്ങാനൂർ. ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മഹാത്മാക്കളുടെ ജന്മസ്ഥാനം അല്ലെങ്കിൽ അവരുടെ കർമ്മക്ഷേത്രമോ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസ്റ്റ് സെൻറ്റർ, സ്പിരിച്വൽ ടൂറിസം, അതിന് സാധ്യതയുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു വികസിത കാട്ടാക്കട, ഇതാണ് നമ്മുടെ വികസിത ഭാരതം, വികസിത കേരളം, അതുപോലെ വികസിത കാട്ടാക്കട, ഇതാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം CPM പ്രതിനിധി ജയിച്ച് MLA ആയാലും, അതുപോലെ കോൺഗ്രസ് പ്രതിനിധി ജയിച്ച് MLA ആയാലും 5 കോടിയുടെ വികസനം മാത്രമേ ഉണ്ടാകൂ MLA ഫണ്ട്. കാരണം കേരള ഗവൺമെൻറ്റിൽ നിന്ന് അല്ല കേരളത്തിൻ്റെ ഖജാനാവിൽ നിന്ന് ഒന്നും ഇതിൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. കാരണം പൂച്ച പെറ്റ് കിടക്കുകയാണ് കേരളത്തിൻ്റെ ഖജാനാവ്. അത് മെച്ചപ്പെടണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. അതേസമയത്ത് BJPക്കും NDAക്കും ഒരു അവസരം നൽകിയാൽ ശതകോടികളുടെ പദ്ധതിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഞാൻ റെയിൽവേയുടെ ചെയർമാനായിരുന്നു, പാസഞ്ചർ റെമിറ്റൻസ് കമ്മിറ്റിയുടെ. ആ കാലത്താണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം വന്നത്. കേരളത്തിൽ 35 സ്റ്റേഷൻ നമ്മുടെ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്താൻ ചെറുതല്ലാത്ത പങ്ക് എൻ്റേതായിട്ടുണ്ട്. അതിന് അവസരം നൽകിയത് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, 600 കോടിയാണ് നമ്മുടെ നിയമം. എൻ്റെ മണ്ഡലത്തിലാണ്, കാട്ടാക്കട മണ്ഡലത്തിലാണ് നിയമം. 600 കോടിയുടെ വികസനം, 460 കോടിയുടെ വികസനമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. ഈ എയർപോർട്ടിന് സമാനമാക്കിയത് മാറ്റുകയാണ്. അതിനപ്പുറത്ത് നമ്മുടെ കൊച്ചുവേളിയിൽ ഏതാണ്ട് 100-150 കോടിയുടെ വികസന പ്രവർത്തനം ഇപ്പം കഴിഞ്ഞിരിക്കുന്നു. എത്രയാകുന്നത്? ശതകോടികളല്ലേ. ഇത് BJP NDAയുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വികസനം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ കാട്ടാക്കട ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് 5 കോടിയുടെ വികസനം വേണോ ശതകോടികളുടെ വികസനം വേണോ എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി, ഈ ജെൻസി വോട്ടേഴ്സ്, ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ, അവരെ കാണുന്നുണ്ടോ? അവരുടെ ഒരു പരാതികളും ആശങ്കകളും എന്തൊക്കെയാണ്? അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ മുൻഗണന കൊടുക്കുന്ന അവർക്കാണ്. കാരണം ഇവിടെ ഈ ജെൻസി വോട്ടുകൾ, ചെറുപ്പക്കാർ, അവർക്കിപ്പം അവരുടെ കഴിവ് പ്രയോഗിക്കാൻ ഇവിടെ കഴിയുന്നില്ല. അവർക്കൊരു അവസരവുമില്ല. അപ്പോൾ ഇവിടെ ഈ നിക്ഷേപം വരണം, ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കണം, എന്നാൽ മാത്രമേ അവരുടെ കൈകളിലേക്ക് തൊഴിലെത്തിക്കൂ.
അതുകൊണ്ടാണ് ഞാൻ ഈ ബൃഹത്തായ IT മേഖല പദ്ധതി, ലോജിസ്റ്റിക് പദ്ധതി, അതുപോലെ കാർഷിക മേഖലയിലെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കാർഷിക ഉൽപ്പന്നങ്ങൾ, റോ മെറ്റീരിയൽ ആയിക്കൊണ്ടുള്ള വ്യവസായങ്ങൾ, ഇതൊക്കെ ഇവിടെ സാധ്യതകളാണ്. ടൂറിസം മേഖലയിൽ സാധ്യതയല്ല. ചെറുപ്പക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുഴുവൻ ചെറുപ്പക്കാർക്കും തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സഹകരണം വേണം. അതുപോലെ സ്വകാര്യ പൊതുമേഖല, നാട് വിട്ട് പുറത്തു പോകേണ്ട ആവശ്യം, എല്ലാവരും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. അത്തരത്തിൽ യുവാക്കന്മാരാണ് ഞങ്ങളുടെ മെയിൻ. ഞങ്ങൾ ആ മേഖലയാണ് ഞങ്ങൾ കാര്യമായിട്ട് നോക്കുന്നത്. എന്തായാലും കാട്ടാക്കട ഇപ്രാവശ്യം അങ്ങേക്ക് കൃത്യമായിട്ട് പദ്ധതികളെല്ലാം നടപ്പാക്കാൻ അവസരം തരട്ടെ എന്ന് ആശംസ. ഒന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുക, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ടത്. ഇതുവരെ പരമ്പരാഗത മുന്നണികളുടെ പതനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും, ഒരു സംശയമില്ല. ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത, അനേകം താമരകൾ വിരിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായത്. തീർച്ചയായിട്ടും. അപ്പൊ വിരിയാൻ പോകുന്ന അനേകം താമരകളിൽ ഒരു താമര കാട്ടാക്കടയിലെ താമരയായിരിക്കും. എല്ലാവിധ ആശംസകളും. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.